അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഒരു വിഷമമുണ്ട്, ചില ആളുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് അടിക്കുന്നില്ല. വിഷമമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട്. കാണുന്ന ആളുകൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, പഠിച്ച എല്ലാവർക്കും ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തും. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തും. ഓക്കെ, അസ്സലാമു അലൈക്കും. ായാലും നശിച്ചു, ഇനി പോകട്ടെ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന് പറഞ്ഞ് നടക്കല്ലേ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് ഒരു ചരിത്രം പറയുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഉമർ വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഉമറേ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? നിനക്കെന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ആരും ഉപദ്രവിച്ചില്ല, എന്നെ ആരും വേദനിപ്പിച്ചില്ല. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയുവോ? വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അതാ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. റസൂലുള്ളാഹിന് വല്ലാത്ത അത്ഭുതമായി. കാരണം പറയുന്നത് ഉമറാണ്. ആരാ ഉമറാരാ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ. ശൈത്താൻ പോലും ഉമർ നടക്കുന്ന വഴിയിലൂടെ നടക്കൂല. ഈ ഉമറിനെ കരയിപ്പിച്ചതാരാ? അല്ലാഹ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചു, അവസാന പലകയെടുത്ത് നിരത്തി പിടിമണ്ണ് വാരിയെറിഞ്ഞു, എല്ലാവരും സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരും കാണാതെ കബറിന്റെ മുകളിൽ ഞാനൊരടയാളം വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു